ക്വസ്റ്റ്യൻ നമ്പർ 15 ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്പെസിഫൈ സൈമൾട്ടേനിയസ്ലി വിത്ത് ആർബിട്രറി പ്രസിഷൻ ബോത്ത് ലീനിയർ മൊമെന്റം ആൻഡ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ. പഠിച്ചതാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് ചാപ്റ്റർ. ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ആണ് അല്ലെ. നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരാളുടെ പൊസിഷനും അയാളുടെ മൊമെന്റും എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, ശരിയാണ്. ഇഫ് ദി അൺസർട്ടൈനിറ്റി, അപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താ അറിയുന്ന ഇക്വേഷൻ? എന്താ അറിയുന്ന ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് പഠിച്ചിട്ടുണ്ടാവും. h/4π. നമുക്ക് നോക്കാം. അൺസർട്ടൈനിറ്റി ഇൻ മെഷർമെന്റ് ഓഫ് പൊസിഷനും അൺസർട്ടൈനിറ്റി ഇൻ മെഷർമെന്റ് ഓഫ് മൊമെന്റും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും ഈക്വൽ ആണെന്നാ പറഞ്ഞത്. അപ്പം ഡെൽറ്റ എക്സിന് പകരം വേണമെങ്കിൽ ഡെൽറ്റ പി എന്ന് കൊടുക്കാം. അപ്പൊ ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു h/4π എന്ന് എഴുതാം. പിന്റെ ഇക്വേഷൻ എന്താ, എം വി അല്ലേ. അപ്പൊ ഡെൽറ്റ പി എന്താ, മൊമെന്റം പൊതുവെ ചേഞ്ച് ചെയ്യാൻ കാരണം മാസ് ചേഞ്ച് ആവുന്നത് കൊണ്ട്. മാസ് പൊതുവെ അങ്ങനെ ചേഞ്ച് ആവാറില്ലല്ലോ, വെലോസിറ്റിയിൽ ചേഞ്ച് കാരണം. അപ്പം എം ഡെൽറ്റ വി എന്ന് എഴുതാം. അപ്പൊ എം ഡെൽറ്റ വി എന്താ, എം സ്ക്വയർ ഡെൽറ്റ വി സ്ക്വയർ ആണ്. h/4π എന്ന് എഴുതാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റിന്റെ അൺസർട്ടൈനിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഡെൽറ്റ വി സ്ക്വയർ ഈക്വൽ ടു h/4π എം സ്ക്വയർ എന്ന് എഴുതാം. therefore ഡെൽറ്റ വി is equal to root of h/4π എം സ്ക്വയർ എന്ന് എഴുതാം. അതായത് root of h/π, പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എം സ്ക്വയറിന്റെ റൂട്ട് എന്താ, എം ആണ്. 4ന്റെ റൂട്ട് എന്താ, 2 ആണ്. അതുകൊണ്ട് താഴെ ഇവിടെ എന്ത് ചെയ്ത് വെക്കാം, 2 എന്ന് എഴുതി വെക്കാം. കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക.